ഏറെ അഭിവന്ദ്യനായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, മാത്യു ജോണച്ച, ജോസഫ് ജോണിയച്ച, എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രിൻസച്ച, ഏറെ സ്നേഹവും ഉള്ള എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരെ, ചേട്ടന്മാരെ, ചേച്ചിമാരെ, അനിയന്മാരെ, അനിയത്തിമാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അച്ചോ, എന്താ പറയുക, ഇന്നൊരു ഞായറാഴ്ചയാണ്. പ്രിൻസച്ചൻ ഒരു മാസം മുൻപേ വിളിച്ചു. ഞാനാണെങ്കിൽ കടുത്ത ക്രിക്കറ്റ് പ്രാന്തനുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഏഷ്യ കപ്പ് നടക്കുന്ന സമയമാണെന്നൊക്കെ എനിക്കറിയാം. ഇന്ത്യ ഫൈനലിൽ വരുമെന്നറിയാം. ഇന്ത്യ പാകിസ്ഥാൻ എന്താ കളിക്കാൻ പോവുകയാണ്. വീട്ടിലിരുന്ന് കളി കാണാം അല്ലേ, കൂട്ടുകാരൊക്കെ ആയിട്ടിരുന്ന് ക്രിക്കറ്റ് കാണാം, അങ്ങനെയൊക്കെ സമയം ചിലവഴിക്കാം. പക്ഷേ ഇവിടെ വരാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒരു നിയോഗമുണ്ട്, എന്നിലർപ്പിച്ച ഒരു നിമിത്തമുണ്ട് എന്നൊക്കെ ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു സംശയവും കൂടാതെ എത്തിയേക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അനുജന്മാർക്കും അനുജത്തിമാർക്കും, എന്നെ കേൾക്കുന്ന വൈദികർക്ക് പ്രത്യേകിച്ച്, എന്നെ പോലത്തെ ഒരു ചെറിയ ആളിൽ നിന്നൊന്നും കിട്ടാനില്ല എന്ന് എനിക്കറിയാം. എന്നാലും എന്നെ കേൾക്കാൻ സന്മനസ് കാണിക്കുന്നതിന് ഒത്തിരി സ്നേഹം. എൻ്റെ ഈ 15 മിനിറ്റത്തെ ഒരു അനുഭവം പങ്കിടലോ എന്ത് വേണേൽ വിളിക്കാം, നിങ്ങളുടെ ജീവിതം അല്പമെങ്കിലും ഭേദപ്പെട്ടതാക്കാൻ സാധിക്കുമെങ്കിൽ, അതിനൊപ്പം തന്നെ എൻ്റെ ജീവിതവും കൂടെ കുറച്ചുകൂടെ ഭേദപ്പെട്ടതാവാൻ സാധിക്കുമെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സംസാരം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന പ്രിയപ്പെട്ട തിരുമേനിയുടെ ആശീർവാദം പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സീരീസ് മെൻ്റലിസ്റ്റ് ആദിയുടെ ഷോ ഉണ്ടായിരുന്നു. വലിയ ഷോ ആയിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് സ്നേഹമുള്ള കുറേ അതിഥികളെ ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്തുള്ളൊരു വലിയ നടൻ അദ്ദേഹം ഷോ കാണാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഭാര്യ ഉണ്ടായിരുന്നില്ല. ഷോ കഴിഞ്ഞ് ഒരുപാട് അഭിനന്ദിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോയതിന് ശേഷം രാത്രി ഏറെ വൈകി 11:30 ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഓർത്തതിലും എന്നെ വിളിച്ചതിലും. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയണ്ട, കാരണം നിങ്ങൾ വലിയ ആളല്ലേ, നിങ്ങളെങ്ങനെ ഓർക്കാതിരിക്കും, നിങ്ങൾ പ്രോഗ്രാം കാണാൻ മുൻസീറ്റിലുണ്ടാവാമെന്ന് പറയുന്നത് എൻ്റെ ആവശ്യമാണ്, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ കുറച്ച് നാളായിട്ട് ഒരു ഇച്ചിരി ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഡിപ്രഷനോ ഈ മനുഷ്യനോ? പൈസയ്ക്ക് പൈസ, വീടുകൾക്ക് വീടുകൾ, നല്ല കുടുംബം, കാറ്, സിനിമകൾ, പിന്നെന്തിനാണ് ഡിപ്രഷൻ? എനിക്കറിയില്ല. ഇത്തരം ചോദ്യത്തിനൊരു ആൻസർ തേടിയുള്ള എൻ്റെ യാത്രയുടെ ഭാഗമാണ്, അതാണ് ഞാൻ നിമിത്തം എന്ന് പറഞ്ഞത്, ഇന്നിവിടെ നിൽക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് അറിയില്ല. നമ്മുടെ കൂടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന, പുഞ്ചിരിക്കുന്ന, പാട്ട് പാടുന്ന, ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് ഈ ഡിപ്രഷൻ കയറി വരുന്നത് അല്ലേ? അപ്പോൾ ഡിപ്രഷനെ മറക്കാനും ഡിപ്രഷനെ മറികടക്കാനും ഒക്കെ ഞാനൊരു ഡോക്ടറൊന്നുമല്ല പറഞ്ഞുതരാം, പക്ഷെ എൻ്റെ അനുഭവങ്ങളിലൂടെ, പിന്നിട്ട വഴികളിലൂടെയുള്ള ചില കഥകൾ, എന്നെ സ്വാധീനിച്ച സിനിമകൾ വരും, സ്വാധീനിച്ച പാട്ടുകൾ വന്നേക്കാം, സ്വാധീനിച്ച ബൈബിൾ വാക്കുകൾ വന്നേക്കാം. എന്താണെങ്കിലും നമുക്ക് തുടങ്ങാം. പിന്നെ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറായി. ഇതിനകത്ത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പണമല്ല, അംഗീകാരമല്ല. ഏറ്റവും ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം എന്താ അത്? സ്മൈൽ. ആ സ്മൈൽ ഏറ്റവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്ന എവിടെ നിന്നാണെന്നറിയാമോ? ഇവിടുന്നാ, ഈ കുട്ടികളിൽ നിന്നാണ്. എനിക്ക് അവരുടെ പാട്ട് കേട്ടപ്പോൾ, ഇനിയിപ്പോൾ ഞാൻ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കെൻ്റെ വന്ന കാര്യം നടന്നു എന്നുള്ളൊരു സന്തോഷമായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ഈ കുട്ടികൾ പാടിയത്, എത്ര മനോഹരമായിട്ടാണ്. എനിക്കറിയാം എൻ്റെ പുറകിൽ എന്തോരം അത് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും പഠിപ്പിക്കാനൊക്കെ. എന്നാലും കൃത്യമായി വരികൾ തെറ്റിപ്പോവാതെ, താളം പോവാതെ, ശ്രുതി പോവാതെ, ഇത്ര സുന്ദരമായിട്ട് ഞാൻ പറഞ്ഞത് വളരെ എനിക്ക് തിരുമേനിയുടെ സ്പീച്ച് കേട്ട് കഴിഞ്ഞപ്പോഴും ഈ കുട്ടികളുടെ ഒരുപാട് സന്തോഷമായി. അതുപോലെ തന്നെ ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവരുടെ പാട്ടുകൾ നിങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ചെറിയ കാര്യത്തെ ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഇന്നത്തെ ഈവനിങ്ങിനെ നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, ഒരു 15 മിനിറ്റ് നമ്മൾ എടുക്കുള്ളായിരിക്കും കേട്ടോ. ഞാൻ ആദ്യത്തെ ചാപ്റ്ററിനെ മാലാഖ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ചാപ്റ്ററിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു പേര് മാലാഖ എന്നാണ്. എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിരിക്കുന്ന മാലാഖമാരെക്കുറിച്ച് ഒരുപക്ഷെ
ഒന്നോ രണ്ടോ പേരെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് മാലാഖയിൽ വിശ്വാസമുണ്ട്. വേദോപദേശ ക്ലാസ്സിലെ കുട്ടികളോട് അധ്യാപകൻ മാലാഖയുടെ കഥ പറയുകയാണ്. അതായത് അബ്രഹാമിൻ്റെയും സാറയുടെയും കഥ. അബ്രഹാമിനും സാറയ്ക്കും വളരെ വൈകിയാണ് ഒരു കുട്ടി ഉണ്ടായത്, ആറ്റുനോറ്റൊരു കുട്ടി ഉണ്ടായതാണെന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ കുട്ടിയെ ബലി കൊടുക്കാനായിട്ട് ദൈവം പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ ചങ്ക് തകർന്നു പോയിട്ടുണ്ടാവും നമ്മുടെ ഭാഷയിൽ പറഞ്ഞല്ലേ. പക്ഷേ ദൈവം തന്നെ ചോദിക്കുന്നു, തിരിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ള ആദർശത്തിൽ മുറുകെ പിടിച്ച് രണ്ടുപേരും കുട്ടിയെ ബലി കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ കുട്ടിയെ ഇങ്ങനെ ബലിക്കല്ലിൽ കെടുത്തി വാളെടുത്തുയർത്തി ആഞ്ഞ് വെട്ടാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, വേണ്ട അബ്രഹാമേ, സാറാ, കുഞ്ഞിനെ ബലി കൊടുക്കണ്ട, ദൈവം നിന്നെ പരീക്ഷിച്ചതാണ്. നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി പോലും ദൈവം തിരിച്ച് ചോദിച്ചാൽ നീ കൊടുക്കുമോ? അങ്ങനെ നിന്നെ പരീക്ഷിച്ചതാണ്, കുഞ്ഞിനെ നീ ബലി കൊടുക്കണ്ട. കഥ ഇവിടെ വെച്ച് നിൽക്കുമ്പോൾ വേദോപദേശ ക്ലാസ്സിൽ ഒരു പെൺകുട്ടി ഉറക്കെ കരയുകയാണ്. അധ്യാപകൻ ചേർത്ത് നിർത്തിയിട്ട് ചോദിച്ചു, എന്തിനാ മോളെ കരയണേ? കുട്ടി പറഞ്ഞു, സാറേ, ആ മാലാഖ പ്രത്യക്ഷപ്പെടാൻ അങ്ങനെ ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കഥ. അതാലോചിച്ചിട്ട് കരഞ്ഞു പോയതാണ്. കുഞ്ഞിനെ കുറച്ചുകൂടെ ചേർത്ത് നിർത്തി അധ്യാപകൻ പറഞ്ഞു, ഇല്ല മോളെ, ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെടാൻ ഒരു സെക്കൻഡ് പോലും വൈകില്ല. അതുകൊണ്ടാണ് നമ്മളവരെ മാലാഖ എന്ന് വിളിക്കുന്നത്. ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ചാനലിൽ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയൊരു ജോലിയാണ്. 2-3 വർഷമൊക്കെ ജോലി ചെയ്ത്, ഞാൻ പറയുന്നത് 2002 കഥയാണ്. 2002 മുതൽ 2006 വരെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ഒത്തിരി പ്രോഗ്രാമുകൾ ആ സ്ഥാപനത്തിൽ ചാനലിന് വേണ്ടി ഡയറക്റ്റ് ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ എനിക്കിന്നും ഉത്തരവില്ല. ഒരു സുപ്രഭാതത്തിൽ എന്നെ അവിടുത്തെ പ്രോഗ്രാം ഡയറക്ടർ വിളിച്ചിട്ട് പറയുകയാണ്, നാളെ മുതൽ ജോലിക്ക് വരണ്ട. അപ്പം ഞാനൊക്കെ തകർന്നു പോയി. കാരണം എനിക്ക് വേറെ ജോലിയില്ല. ഞാനിങ്ങനെ ഡബ്ബിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതം ഇങ്ങനെ പച്ച പിടിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കുന്നു, ആദ്യമായി ഒരു കാറ് മേടിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് ഈ ശമ്പളം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. പെട്ടെന്ന് നാളെ മുതൽ എനിക്ക് ജോലിയില്ല, എനിക്കിത് വീട്ടിൽ പോയി പറയാൻ പറ്റില്ല. ഞാൻ 2 ദിവസം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞാൻ പോയി കുറേ ആൾക്കാരെ കണ്ടു. അവർ പറഞ്ഞു, ഒന്നും കൂടെ പോയി സംസാരിച്ചു നോക്കൂ. പോയി സംസാരിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുന്നില്ല. ആ കാരണവും അദ്ദേഹം പറയുന്നില്ല. എന്തിനാണ് എന്നെ പറഞ്ഞു വിടുന്നതെന്നുള്ള കാരണം അദ്ദേഹം പറയുന്നില്ല. ഞാൻ ലിറ്ററലി തകർന്നു പോയി. ഞാനിത് പറയുന്നത് ഈ ഇത്തരം അവസ്ഥകളിലൂടെ ഒരു പക്ഷേ നിങ്ങൾ കടന്നു പോയേക്കാം. അപ്പോൾ എങ്ങനെ നേരിടണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കഥ പറയുന്നത്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തോട് ലിറ്ററലി, നമ്മൾ കാല് പിടിക്കാമെന്ന് പറയില്ലേ, എനിക്ക് വേറെ ജോലിയില്ല സാർ, എന്നെ പറഞ്ഞു വിടരുത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഒരു കാരണവശാലും നിന്നെ ഈ ജോലി മുന്നോട്ട്. സാറ് പറയൂ, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അത് പറയാൻ പറ്റില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു, അക്കൗണ്ട്സിൽ എന്തെങ്കിലും കിട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെ അക്കൗണ്ട്സിൽ പോയി പൈസ മേടിച്ചിട്ട് നീ വിട്ടൊപ്പിക്കോളൂ, ഇനി വരരുത്, ഇനി കണ്ടുപോരുത്. ഞാൻ അവിടെ നിന്ന് 4ാം നിലയിലാണ് സ്ഥാപനം. ആ സ്ഥാപനത്തിൽ ലിഫ്റ്റ് ഇറങ്ങിയാൽ പെട്ടെന്ന് താഴെ എത്തും. അതുകൊണ്ട് ലിഫ്റ്റ് ഇറങ്ങാതെ ഓരോ സ്റ്റെപ്പും നടന്നിറങ്ങുകയാണ്. കാരണം എനിക്ക് ഏറ്റവും വൈകി വീട്ടിൽ പോയാൽ മതി. എനിക്കിനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. പ്രത്യേകിച്ച് ജോലിയില്ലാത്ത ഒരാളായി മാറിയിരിക്കുകയാണ് ഞാൻ. ഇങ്ങനെ ഇറങ്ങി താഴത്തെത്തിയപ്പോൾ വളരെ പൊക്കമുള്ള വെളുത്ത കൊലുന്നനെയുള്ള ഒരു മനുഷ്യനൊരു ബ്രീഫ് കേസുമായിട്ട് കയറുകയാണ്. സ്റ്റെപ്പ് കയറുമ്പോൾ എന്നെ ഇങ്ങനെ കണ്ടു നോക്കി, ജിസ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ. ഇവിടെ പ്രോഗ്രാം ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന? ഞാൻ പറഞ്ഞു, അതെ. നിങ്ങൾ ചെയ്ത മിസ്റ്റി കളേഴ്സ് എന്ന് പറഞ്ഞ TV പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാം ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. ജോയ് ആലുക്കാസ് എന്നോട് ചോദിച്ചു, ഈ പ്രോഗ്രാം GCCയിൽ ഉടനീളം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിത് ആരോടൊക്കെ ചോദിക്കേണ്ടെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് നിങ്ങളെ യാദൃശ്ചികമായി കണ്ടത്. ജിസ്സിന് ആ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെയ്യാമല്ലോ, സന്തോഷമുള്ളൂ, ചെയ്യാം. ഈ ചാനലിൻ്റെ അനുവാദം വേണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട. അപ്പം അവരുടെ അനുവാദമില്ലാതെ ചെയ്താൽ ജിസ്സിൻ്റെ ജോലി പോകത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പോകത്തില്ല. അതെന്താ? എൻ്റെ ജോലി ഓൾറെഡി പോയി. എൻ്റെ ജോലി പോയിട്ട് ഇറങ്ങി വരുന്ന വഴിയിലാണ് ചേട്ടനെ ഞാൻ കണ്ടത്. പുള്ളി പറഞ്ഞു, ആഹാ. എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പച്ച കളറിലെ ലാൻസർ കാറിലേക്ക് കയറ്റി ഞങ്ങളുടെ വീടിനടുത്തുള്ള പാലാരിവട്ടത്തുള്ള ബൃന്ദാവൻ റെസ്റ്റോറൻറ്റിൽ പോയി എനിക്ക് മസാല ദോശയും ചായയും മേടിച്ച് വന്ന് അദ്ദേഹത്തിൻ്റെ ബ്രീഫ് കേസിൽ നിന്ന് 10,000 രൂപയുടെ ഒരു ചെക്ക് എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട്, ഇത് അഡ്വാൻസ് ആയിട്ടിരിക്കട്ടെ, നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാം. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ആ പ്രോഗ്രാം ഇന്ന് വരെ നടന്നിട്ടില്ല. 18 വർഷമായി ഇന്ന് വരെ ഈ പ്രോഗ്രാം നടന്നിട്ടില്ല. ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെടാൻ ഒരു സെക്കൻഡ് വൈകില്ല. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്. സുനു എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. സുനുചേട്ടൻ എന്തിനാണ്, ഞാൻ സ്റ്റെയർ ഇറങ്ങിയതിന് റീസൺ ഉണ്ട് ഇല്ലേ? ഞാൻ സ്റ്റെയർ ഇറങ്ങി വന്നത് എന്തിനാ? വൈകി വീട്ടിലെത്താൻ വേണ്ടിയിട്ടാണ്. തിരക്കുള്ള സുനുചേട്ടൻ എന്തിനാണ് ലിഫ്റ്റ് കയറാതെ സ്റ്റെയർ കയറി പോകുന്നത്? നമ്മൾ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടാണ്.
കഴിഞ്ഞ ഒരു 7 മാസം മുൻപ് കളമശ്ശേരി സെമിനാരിയിൽ ഇതുപോലെ ഒരു പ്രദേശത്തിന് വേണ്ടി ഒരു ടോക്ക് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല ഈ സബ്ജക്റ്റ് അവിടെ പറയണമെന്ന്. പക്ഷേ അവിടെ നിന്നപ്പോൾ ഈ മാലാഖയുടെ ടോപ്പിക്ക് വന്നപ്പോൾ ആദ്യമായി സുനുചേട്ടനെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് വരികയും ഞാൻ ഈ കഥ ഇതുപോലെ അവിടെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യാണ്, ആരും എന്നെ കൊണ്ട് പറയിക്കുന്നത് പോലെ. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പിറ്റേന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഞാൻ ഒരു ഉച്ചയുറക്കം കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് ഒരു മെസ്സേജാണ് ഒരു കൂട്ടുകാരൻ്റെ, ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരൻ്റെ, അളിയ സുനുചേട്ടൻ പാസ്ഡ് അവേ. എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ സഹായിച്ച, എന്നെ പ്രത്യാശയിലേക്ക് കൈപിടിച്ച് നടത്തിയ എൻ്റെ മാലാഖ, അദ്ദേഹം ഒരു ബസ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു തവണ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നാണ്, ട്രെയിൻ വന്നതിന് ശേഷമാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അത്രയും ചേർന്നുള്ള എൻ്റെ പ്രിയപ്പെട്ട ആദ്യം കണ്ടൊരു മാലാഖ. മാലാഖ പ്രത്യക്ഷപ്പെടാൻ ഒരു സെക്കൻഡ് പോലും വൈകില്ല. ഇനി രണ്ടാമത് പറയാനുള്ളത് ദിവസവും ബൈബിൾ വായിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. നമ്മൾ വീട്ടിൽ പലപ്പോഴും സന്ധ്യാപ്രാർത്ഥന എത്തിക്കുന്നവരാണല്ലേ. അത് കൂടാതെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി അനുജന്മാരോടും അനുജിത്തുമാരോടും പറയുകയാണ്, ദിവസവും ഒരു അധ്യായം വായിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ ഒരു അരാധ്യായമെങ്കിലും വായിച്ചു നോക്ക്. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രകാശം, നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ സമാധാനം ഉണ്ടാവും. അങ്ങനെ ഒരു ബൈബിള് ദിവസവും വായിക്കണമെന്നൊരു ആവശ്യം എനിക്ക് ഇവിടെ പറയണം എന്ന് തോന്നുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാപ്റ്ററുണ്ട്, മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം. ആ കഥ പെട്ടെന്ന് നമ്മുടെ നാട്ടിലേക്ക് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുള്ള കഥ തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ പറയാം. ഇവിടെ മാത്യു സേട്ടൻ, അല്ലെങ്കിൽ വേണ്ട പ്രിൻസ് അച്ഛൻ എന്ന് പറയാം. പ്രിൻസ് അച്ഛൻ ഇവിടെ മറ്റേ പറമ്പിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിക്കാരെ വേണം. പ്രിൻസ് അച്ഛൻ ഇതൊക്കെ ഒരു 10 മണിയായി പറഞ്ഞ് ഇരവിപുരം ജംഗ്ഷനിൽ എത്തിയിട്ട് അവിടെ നിൽക്കുന്ന കുറേ പണിക്കാരെ കണ്ടു. അതിൽ 2 പേരോട് പറഞ്ഞു, നിങ്ങൾക്ക് കുറച്ച് പറമ്പിൽ പണിയുണ്ട്, 5 മണി വരെ, കൂലി എത്രയാ? അച്ഛൻ പറഞ്ഞു 500 രൂപ വരാം. ഓക്കെ, അവർ പണിക്ക് വന്നു. പണി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത്രയും പേര് പോരാ. പ്രിൻസ് അച്ഛൻ വീണ്ടും പോയി 12 മണിക്ക് കണ്ട ആൾക്കാരെ വിളിച്ചു കൊടുന്നു, അവരോട് 500 പറഞ്ഞു. 3 മണിക്കും പോയി, അവരോട് 500 പറഞ്ഞു. 5 മണിക്കും പോയി 500 പറഞ്ഞു. ലാസ്റ്റ് 6 മണിക്ക് കൂലി കൊടുക്കുന്ന സമയത്ത് ആദ്യം കൊടുത്തവനും അവസാനം കൊടുത്തവനും 500 രൂപ. അപ്പോൾ ആദ്യം കൊടുത്തവൻ പ്രശ്നം ഉണ്ടാക്കുകയാണ്. പ്രിൻസ് അച്ഛൻ അതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? ഞാൻ ഈ പകൽ മുഴുവൻ വെയിൽ കൊണ്ട് കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് എനിക്ക് 500 രൂപ, ഈ 5 മണിക്ക് വന്ന് കഷ്ടി 1 മണിക്കൂർ പറമ്പിലേക്ക് ഇറങ്ങി അവനും 500 രൂപ. അപ്പോൾ പ്രിൻസ് അച്ഛൻ പറഞ്ഞു, സുഹൃത്തെ, നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. എന്തായിരുന്നു കരാറ്? നിനക്ക് ജോലി കഴിഞ്ഞ് 500 രൂപ തരാമെന്നുള്ളതാണ്. അതായിരുന്നു കരാറ്. മറ്റുള്ളവന് കൊടുക്കുന്നതിനെക്കുറിച്ച് നീ എന്തിനാ ബേജാറാവുന്നത്? നീ എന്തിനാ അത് ആലോചിക്കുന്നത്? നീ എന്തിനാ അലോസരപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമായിട്ട് ജീവിക്കാനുള്ളൊരു ബൈബിൾ ചാപ്റ്റർ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇതാ. വേറൊരാൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ, വേറൊരാൾക്ക് വീട് പണിയുമ്പോൾ, വേറൊരാൾ കാറ് മേടിക്കുമ്പോൾ, വേറൊരാളുടെ മെഡല്, വേറൊരാളുടെ സമ്പത്ത്, നമ്മളെ അലോസരപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളിലേക്ക് മാത്രം നോക്കിയാൽ മതി. ജീവിതത്തിൽ ഈ നമ്മൾ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ ഒരു വലിയ കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ പണ്ടൊരു ആഫ്രിക്കൻ കഥയുണ്ട്. ആഫ്രിക്കൻ കഥ ഇങ്ങനെയാണ്. ആഫ്രിക്കൻ ഒരു ഗോത്രത്തിൽ ഒരു സമ്പ്രദായമുണ്ട്. അതായത് കുഞ്ഞ് ജനിച്ച് ഒരു വയസ്സായി കഴിയുമ്പോൾ ആ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരും ആ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും ബന്ധുക്കളും എല്ലാവരും കൂടെ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ കാടിൻ്റെ ഒത്ത മധ്യത്തിലേക്ക് പോകും. കാടിൻ്റെ നടുക്കിലേക്ക് കൊണ്ടുപോകും. ആ കുഞ്ഞിനെ കാടിൻ്റെ ഒത്ത മധ്യത്തിൽ കൊണ്ടുപോയി അവിടെ അവരുടെ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് രാത്രി വളരെ വൈകി കഴിയുമ്പോൾ ആ കുഞ്ഞിനെ മാത്രം കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഇവരെല്ലാം തിരിച്ചു പോരും. ഒരു ആചാരമാണ് ഈ ഗോത്രത്തിൻ്റെ. കുഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന ശബ്ദം, പേരൻസ് കൂടെയില്ല, ഇതെല്ലാം കൊണ്ട് കുഞ്ഞ് വിരളാൻ തുടങ്ങുന്നു, കുഞ്ഞ് ബേജാറാവാൻ തുടങ്ങുന്നു, കുഞ്ഞ് ബുദ്ധിമുട്ടാൻ തുടങ്ങുന്നു, കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു, അലറിക്കരയുന്നു. ചുറ്റിനും ഒരു വന്യത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മൃഗങ്ങളുടെ ശബ്ദം കേൾക്കാം. ഈ കുഞ്ഞിനെന്തും സംഭവിക്കാം. അങ്ങനെ എപ്പോഴോ പേടിച്ച് ഈ കുഞ്ഞ് അറിയാതെ ഉറങ്ങിപ്പോകുന്നു. പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ആ കുഞ്ഞിൻ്റെ കണ്ണിൽ അടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് പതുക്കെ കരഞ്ഞു തളർന്ന ആ കുഞ്ഞ് കണ്ണിങ്ങനെ തുറക്കുമ്പോൾ കാണാം അവനെ മാത്രം നോക്കിയിരിക്കുന്ന അവൻ്റെ അപ്പൻ്റെ കണ്ണുകൾ. അവനെ മാത്രം നോക്കിയിരിക്കുന്ന അവൻ്റെ അപ്പൻ്റെ കണ്ണുകൾ. ബാക്കി എല്ലാവരും പോയി. അവരാ കൊച്ചിന് കൊടുക്കുന്ന ആ സന്ദേശം ഇതാണ്: ഇനി മുതൽ നിൻ്റെ ജീവിതത്തിൽ നീ എവിടെ പോയാലും, ഏത് കാട്ടിലോ മേട്ടിലോ മലയിലോ തടാകത്തിലോ എവിടെ പോയാലും നിന്നെ നോക്കിയിരിക്കുന്ന ഒരു അപ്പൻ്റെ കണ്ണ് എപ്പോഴും പുറകിലുണ്ടെന്നുള്ളത്. എൻ്റെ പൊന്നു കൂട്ടുകാരെ, നമ്മുടെ ഒന്നും അനുവാദമില്ലാതെ, നമ്മുടെ ഒന്നും സമ്മതം ആവശ്യമില്ലാതെ നമ്മളെ തന്നെ നോക്കിയിരിക്കുന്ന വലിയ ഒരു അപ്പൻ്റെ കണ്ണുകൾ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്, നമ്മുടെ മുകളിലുണ്ട്. അതൊരിക്കലും മറന്നു പോകരുത്. ഒരിക്കലും ബൈബിളിൽ പറയുന്ന പോലെ നിൻ്റെ ഒരു പരാജയവും നിൻ്റെ നാശത്തിനുള്ളതല്ല, എല്ലാം നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഇന്ന്
ഞാൻ പറഞ്ഞല്ലോ 2005-ലാണ് എൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്, ഇല്ലേ? എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. അന്ന് അദ്ദേഹം എന്നെ പറഞ്ഞു വിട്ടില്ലായിരുന്നു എന്ന് വിചാരിക്കാം. നമുക്കൊരു ഫ്ലാഷ് ബാക്ക് പോവാം. എന്നെ ഇദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ കാരണം ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം എന്നെ ആ ജോലി സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ ആ ജോലി സ്ഥാപനത്തിലെ ചുരുങ്ങിയ ശമ്പളത്തിൽ കുരുങ്ങി ഞാൻ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുമായിരുന്നിരിക്കും. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കംഫോർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്ത് കിടന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എന്തെങ്കിലും ചെയ്യണം. സ്വന്തമായി ഒരു ആഡ് ഫിലിം കമ്പനി തുടങ്ങി. ദൈവകൃപ കൊണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ഈ മൈജിയുടെ ഒക്കെ പരസ്യങ്ങൾ ഞാൻ സംവിധാനം ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഈ 18 വർഷം കൊണ്ട് 800 ആഡ് ഫിലിംസ്, ടി വി കാണുന്ന പരസ്യചിത്രങ്ങൾ സംവിധാനം ചെയ്യാൻ സാധിച്ചു, എഴുതി സംവിധാനം ചെയ്യാൻ സാധിച്ചു. 35 പാട്ടുകൾ മലയാള സിനിമയിൽ എഴുതാൻ സാധിച്ചു. 6 സിനിമകൾ സംവിധാനം ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ ഒക്കെ വന്ന് ആരുടെയും പെർമിഷൻ ആവശ്യമില്ലാതെ ടോക്സിന് പോകാൻ സാധിക്കുന്നുണ്ട്, സ്റ്റേജ് ഷോകൾ ഡയറക്റ്റ് ചെയ്യാൻ പോകാൻ സാധിക്കുന്നുണ്ട്, ഡബ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ പദ്ധതി എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളതായിരുന്നു. ചില സമയത്ത് നമ്മൾക്ക് വിട്ടുപോയ തീവണ്ടി നമ്മളെ കറക്റ്റായ സ്ഥലത്തേക്ക് എത്തിക്കും. നമ്മൾ ചോദിക്കും, അയ്യോ തീവണ്ടി വിട്ടുപോയല്ലോ. ആ തീവണ്ടി വിട്ടുപോയാലാണ് അടുത്ത തീവണ്ടി നിങ്ങൾ കയറെടുത്തുള്ളൂ. ആ തീവണ്ടിയിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള കറക്റ്റായിട്ടുള്ള ദിശയിലേക്ക് എത്തിച്ചേരും. അതായിരിക്കും ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ എന്തിൻ്റെ പുറകിലും ദൈവത്തിൻ്റെ പദ്ധതി. ഒരാളും നിങ്ങളെ തളർത്താൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശബ്ദം കൊള്ളില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയ ആളാണ് അമിതാഭ് ബച്ചൻ. ശ്രുതി പോരാ എന്ന് പറഞ്ഞ് ആകാശവാണി റിജക്റ്റ് ചെയ്ത ആളാണ് യേശുദാസ്. അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് ഒരു വലിയ ഇൻഡസ്ട്രി പുറത്താക്കിയ ആളാണ് പിന്നീട് ബ്രൂസ് ലീ ആയിട്ട് മാറിയത്. ഇപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് ഈശ്വര വഴക്കില്ലല്ലോ എന്ന് പറയുന്നൊരു പുസ്തകമാണ്. ഒരു വളരെ പ്രശസ്തനായ ഹാസ്യ നടൻ്റെ ആത്മകഥാംശമുള്ള ഒരു പുസ്തകമാണത്. എന്നെ ഏറെ സ്വാധീനിച്ചൊരു ചാപ്റ്റർ ഉണ്ട് അതിൽ ഈ നടൻ അന്നൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഈ നടൻ ഇങ്ങനെ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു മിമിക്രി കലാകാരനാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരുപാട് സംവിധായകരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ചാൻസ് ചോദിച്ച് അവസാനം ഇയാൾക്കൊരു ചാൻസ് കിട്ടി. നല്ല വേഷം, മികച്ച വേഷം, 10 ദിവസത്തെ കോൾ ഷീറ്റാണ്. സിനിമയിൽ 10 ദിവസത്തെ ഡേറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വേഷമാണ്. ഷൂട്ട് നടക്കുന്നത് കോട്ടയത്താണ്. അങ്ങനെ 9 ദിവസവും ഇദ്ദേഹം അഭിനയിച്ചു. 10ാമത്തെ ദിവസം ഇദ്ദേഹം അഭിനയിക്കേണ്ടിയിരുന്നത് നമ്മൾ ഹാസ്യ സമ്രാട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇതിനേക്കാൾ വലിയൊരു ഹാസ്യ നടൻ്റെ കൂടെയായിരുന്നു ഈ മനുഷ്യൻ അഭിനയിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഈ ഹാസ്യ സാമ്രാട്ടിന് നമ്മുടെ ഈ പാവം പിടിച്ച മിമിക്രിക്കാരൻ്റെ അഭിനയം തീരെ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സംവിധായകനോട് പറഞ്ഞു, ഇത് ഇയാൾ പോരാ, ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല, ഇയാളുടെ ടൈമിംഗ് ഒട്ടും ശരിയല്ല, ഇയാളുടെ കോമഡി വർക്കൗട്ട് ആവുന്നില്ല. ഹാസ്യ സാമ്രാട്ട് എന്ന് വലിയ ആളായതുകൊണ്ട് ഈ സംവിധായകൻ ഹാസ്യ സാമ്രാട്ടിനോടൊപ്പം നിന്ന് നൈസായിട്ട് ഇദ്ദേഹത്തെ ഒഴിവാക്കി, ഈ മിമിക്രി കലാകാരനെ ഒഴിവാക്കി. പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹത്തെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിടുന്നു. കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അദ്ദേഹത്തിൻ്റെ നാടായ പറവൂരിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ ചെന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ 3-4 ദിവസം ഇരുന്നു. അമ്മയും ചേട്ടന്മാരും ഒക്കെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അദ്ദേഹം എന്നോട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മരിക്കാൻ തീരുമാനിച്ചു എന്നാണ്. പക്ഷേ ഏതൊക്കെയോ കൂട്ടുകാരുടെ ഇടപെടൽ കൊണ്ട് അദ്ദേഹം അതിൽ നിന്നൊക്കെ പുറത്തു കിടന്ന് വീണ്ടും ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ശ്രമിച്ച് കാലചക്രം ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞപ്പോൾ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊണ്ടാണ് സലിം കുമാർ പ്രതികാരം ചെയ്തത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ചെറിയ കാര്യമല്ല, നമുക്കറിയാം. ഇത്രയേ ഉള്ളൂ. നമ്മളെ ഒരാൾക്ക് ഈ NN കക്കാടിൻ്റെ ഒരു കവിതയുണ്ട്, സഫലം ഈ യാത്ര, ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖി ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ എന്ന് തുടങ്ങുന്ന കവിതയാണ്. ആ കവിത അവസാനിക്കുന്ന എങ്ങനെയാണ്? വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ് വരും, അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കറങ്ങും. വിഷുവും വർഷവും ഒക്കെ വന്ന് തിരുവോണമൊക്കെ വന്നിങ്ങനെ കറങ്ങി ഒരു കാലചക്രം ജസ്റ്റ് 5-6 വർഷം ഇങ്ങനെ കറങ്ങി കഴിയുമ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും മികച്ചവർ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ മികച്ചവരായിട്ടുണ്ടാവും, ചിലപ്പോൾ വളരെ താഴേക്ക് പോയിട്ടുണ്ടാവും. സോ നിങ്ങളെ വിധി എഴുതാൻ മറ്റൊരാളെയും നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ ഉള്ളിലെ ഫയർ, ഈ ഫയർ കെട്ടുപോകാൻ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത്. അതിനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ. അത് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് ചില്ലറയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സിനിമയിലൂടെ ഞാൻ ചെയ്യുന്നത് കഥ പറച്ചിലാണ്. കഥ പറയാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒറേറ്ററായിട്ട് നടക്കുന്നത്. കഥകൾ പറയാൻ ഇഷ്ടമാണ്. അതിൽ ഈ സിനിമയിൽ എപ്പോഴും കഥ, തിരക്കഥ, സംഭാഷണം എന്ന് പറയും. എന്താ അങ്ങനെ പറയുന്നത്? രചന എന്ന് പറഞ്ഞാൽ പോരെ? രചന എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേരും. കഥ എഴുതുന്ന ഒരാൾ മികച്ചൊരു തിരക്കഥാകൃത്താവണമെന്നില്ല. ഇത് രണ്ടും ചെയ്യുന്ന ഒരാൾക്ക് സംഭാഷണം എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള സംഭാഷണം എന്താണെന്ന് അറിയാം. ഏറ്റവും പവർഫുൾ. അന്ന് വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും നോക്കിക്കോളൂ. MT വാസുദേവൻ നായർ എഴുതിയതോ മാധവിക്കുട്ടി എഴുതിയതോ
എല്ലാ തരം പുസ്തകങ്ങളും നോക്കിയോ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ഡയലോഗ് എന്ന് പറയുന്നത് ബൈബിളിൽ നിന്നുള്ള ഡയലോഗാണ്. ഏതാണെന്നറിയോ? ജീസസ് ക്രൈസ്റ്റ് കുരിശേ കിടക്കുക, അപ്പറേ അപ്പറേ രണ്ട് കള്ളന്മാരെയും കെടുത്തിട്ടുണ്ട്. ഒരു കള്ളൻ ഇങ്ങനെ എന്തൊക്കെയോ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ കള്ളൻ പറയുകയാണ്, അവസാനം മനസ്സിലായി, ഗുരു നീ പറയുന്ന പോലൊരു പറുദീസ ഉണ്ടെങ്കിൽ എന്നെയും കൂടി ഓർക്കണേ. മനോഹരമായ ഡയലോഗാണ്. അതിൻ്റെ കൗണ്ടറാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ. മോനെ, ഇന്ന് നീ പറുദീസയിൽ എന്നോടൊപ്പമായിരിക്കും. ഇന്ന് നീ പറുദീസയിൽ എന്നോടൊപ്പമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ജീവിതകാലം മുഴുവൻ കള്ളത്തരങ്ങളും കൊലപാതകങ്ങളും പിടിച്ചുപറികളും കള്ളസാക്ഷിയൊക്കെ ചെയ്ത ഒരു കള്ളൻ ദ വെരി ലാസ്റ്റ് മൊമെൻറ്റിൽ, ഏറ്റവും അവസാനത്തെ നിമിഷം ചോദിക്കുകയാണ്, ഇപ്പം എനിക്ക് മനസ്സിലായി നീ ആരാണെന്ന്. നീ പറയുന്ന പോലെ ഒരു പറുദീസ ഉണ്ടെങ്കിൽ എന്നെയും കൂടി ഓർക്കണേ. ഇന്ന് നീ പറുദീസയിൽ എന്നോടൊപ്പമായിരിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ മരിച്ചു, ഒരു കാലത്ത് നമ്മൾ മരിക്കുമല്ലോ. ഈ മരിച്ച് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ദൈവം ഇങ്ങനെ തോളത്ത് കൈ പിടിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ശ്രദ്ധിച്ച് കേട്ടോട്ടോ, ഭയങ്കര ചോദ്യമാണ്. ദൈവം ഇങ്ങനെ തോളത്ത് പിടിച്ച് നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് ചെവി ചോദിക്കുകയാണ്, ഹേയ് ഡ്യൂഡ്, ഹൗ വാസ് ഹെവൻ? ഹൗ വാസ് ഹെവൻ? സ്വർഗം എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ സ്വർഗവും, ഞാൻ മറ്റേ ഭൂമിയിൽ നിന്നല്ല വരുന്നത്. നോ 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 നോ, നിന്നോട് ആര് പറഞ്ഞു ഭൂമിയാന്ന്? അതായിരുന്നല്ലോ സ്വർഗം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? പറയാം മോനെ, പറയാം. ഇങ്ങനത്തെ ഒരു സമയമുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. ഹൗ വാസ് ഹെവൻ എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ കൊടുക്കാനുള്ള ശ്രമമാണ് കേട്ടോ ഈ യാത്ര എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. സോ അവസാനിപ്പിക്കാം അടുത്ത 5 മിനിറ്റിൽ. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജീവിതത്തിൽ ഇന്നലെ കല്യാണി പ്രിയദർശൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ജീവിതത്തിൽ ഭയങ്കര ഒരു സക്സസ്ഫുള്ളി നിൽക്കുന്ന ഒരു സമയമാണ്. അവർ പറയാണ്, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഒരു ഡയറി എടുത്തിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മിണ്ടാതിരുന്ന് അന്ന് അവൾക്ക് കിട്ടിയ എല്ലാ നന്മകളെക്കുറിച്ചും എഴുതി വയ്ക്കും. ഭയങ്കര മനോഹരം. അവൾ പറഞ്ഞ ജീവിതം ഇങ്ങനെ മാറാൻ തുടങ്ങി. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു സാധനം വരാൻ തുടങ്ങിയപ്പോൾ ജീവിതം ഇങ്ങനെ മാറാൻ നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കാലചക്രം കറങ്ങുമ്പോൾ വില്ലൻ നായകനാവും, നായകൻ വില്ലനാവും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ ഈ പറയുന്നത്. ലോക സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടില്ലേ? കണ്ടോ? കണ്ടായിരുന്നോ? കണ്ടിട്ടില്ല? ലോക സിനിമ കണ്ടിട്ടില്ല നിങ്ങൾ? അതെ കണ്ടിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പണ്ട് നമ്മളെ പേടിപ്പിച്ചിരുന്ന ഒരു സംഗതിയുടെ പേരാണ് യക്ഷി എന്നൊക്കെ പറയുന്നത്. കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, ഇവിടുന്ന് നമുക്ക് ഈ റെസ്പോൺസ് കിട്ടുന്ന ഇവിടുന്ന് മാത്രമേ ഉള്ളൂ. മോനെ എല്ലാവരും കണ്ടു, ഇവരെല്ലാവരും കണ്ടു. അവർ മടിയന്മാരാ, പറയാൻ ബുദ്ധിമുട്ടി മടിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ തിരുമേനയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ. പണ്ടൊക്കെ നമ്മൾ പറയും ഈ മറ്റേ യക്ഷി, പ്രേതം, അല്ലെങ്കിൽ ഈ ടീം ഒടിയൻ, ഇവരൊക്കെ ഈ ഇലക്ട്രിസിറ്റി വന്നപ്പോൾ എവിടെ പോയി? ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ഇവരൊക്കെ മാറിപ്പോയല്ലോ, ഇവരൊന്നും കാണാനില്ല. അങ്ങനെ പേടിച്ചിരുന്ന ഒരു കാലമുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാലചക്രം ഇങ്ങനെ കറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട ലോകയിൽ യക്ഷി ആരാ? യക്ഷി മനുഷ്യരെ സഹായിക്കാൻ നടക്കുന്ന സംഗതിയാണ്. ബാക്കി നമ്മൾ മനുഷ്യനെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന പോലീസ് ഓഫീസർമാർ ഓർഗൻ തട്ടിപ്പിന് വേണ്ടി നടക്കുന്ന ആൾക്കാരായിട്ടാണ് കാണിച്ചിരിക്കുന്ന സിനിമയിൽ. ഓർഗൻ തട്ടിപ്പ്. ഈ ഓർഗൻ തട്ടിപ്പിൽ നിന്ന്, പോലീസ് ഓഫീസർമാരിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന ഒരാളാണ് കല്യാണി പ്രിയദർശൻ ചെയ്തിരിക്കുന്ന യക്ഷിയുടെ റോള്. ഇതാണ് കാലചക്രം ഇങ്ങനെ മാറുമ്പോഴേ. നമ്മളിന്ന് പത്മരാജനെ ഒരുപാട് ഘോഷിക്കുന്നുണ്ടല്ലോ. പത്മരാജൻ എന്ന് പറയുന്നത്, പത്മരാജൻ ജീവിച്ചിരുന്ന സമയത്ത് ചെയ്ത 13 പടങ്ങളിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയ കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത് 4 സിനിമകളാണ്. ബാക്കിയെല്ലാം അന്ന് വൻ പരാജയപ്പെട്ട സിനിമകളായിരുന്നു. പക്ഷേ ആ സിനിമകൾ ഒരു കാലചക്രം ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ, ഒരു തലമുറ ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് അത് മാറി. അത് ആൾക്കാർ അതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്നതല്ല നാളെ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ മൊബൈൽ ഫോൺ. ആ ചാപ്റ്ററിൻ്റെ പേര് ഞാൻ മൊബൈൽ ഫോൺ എന്ന് കൊടുക്കാം. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തമായിട്ട് ഞാൻ അംഗീകരിക്കുന്ന മൊബൈൽ ഫോണാണ്. മികച്ച കണ്ടുപിടുത്തം, ഫോണിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. കാരണം എന്താ? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനുമായിട്ടുള്ള ദൂരം കുറഞ്ഞു, അകലം കുറഞ്ഞു. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരാളെ കോൺടാക്ട് ചെയ്യാം. ഏത് സച്ചിൻ തെണ്ടുൽക്കറെ ഇവിടെ നിന്ന് വിളിക്കാം. മനുഷ്യനും തമ്മിൽ നിമിഷങ്ങളുടെ അകലം പോലും ഇല്ല. ഏറ്റവും അടുത്ത് പെരുമാറാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് മൊബൈൽ ഫോൺ. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ വന്നു, ഇവിടെ മോഹൻലാൽ വന്നു. നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താ? മോഹൻലാലിനെ കാണലാണോ? അല്ല. മൊബൈൽ ഫോൺ എടുക്കുന്നു, ക്യാമറ ഓണാക്കുന്നു, മോഹൻലാലിനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു. മോഹൻലാൽ പറയുന്ന മുഴുവൻ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ലാസ്റ്റ് മോഹൻലാൽ കാറി കയറി പോകും, ഇല്ലേ?
എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് കുറേ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും, ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കും, അമേരിക്കയിലുള്ള അളിയന് അയച്ചു കൊടുക്കും, പെങ്ങൾക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഈ അമേരിക്കയിലുള്ള പെങ്ങളും അളിയനും കണ്ടത് മാത്രമേ നിങ്ങളും കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ മുമ്പിൽ കൂടെ ഈ മനുഷ്യൻ പോയി സംസാരിച്ചു, പക്ഷെ നിങ്ങൾ കണ്ടത് ഈ ചതുരത്തേക്കൂടെ. അത് മാറ്റി വയ്ക്കണം. ജീവിതത്തിൽ ബോറടിക്കേണ്ടതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഞാനീ പറയുമ്പോൾ ചിലപ്പോൾ കല്ല് അടിക്കും നിങ്ങൾക്ക്. ഞാനിപ്പോൾ ആസ്വദിക്കുന്നൊരു മേഖലയാണ് ബോറടിക്കുക. ജീവിതം കുറച്ച് ബോറടിക്കണമെന്നേ. കുറച്ച് ബോറടിച്ചാലാണ് ഈ കുറച്ച് ആർദ്രതയും കമ്പാഷനൊക്കെ ഒന്ന് ഉണരുള്ളൂ. നിങ്ങൾ ഇന്നലെ കണ്ട റീൽസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ കണ്ട റീൽസ് ഓർമ്മയുണ്ടോ? ഇല്ല. നിങ്ങളിങ്ങനെ കണ്ട് ഒരു റീൽ കഴിഞ്ഞു, അടുത്തത് കണ്ടു, വീണ്ടും കണ്ടു, മറ്റത് കണ്ടു, പറഞ്ഞു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു ബന്ധമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സമയം കളയുന്നത്? മാറ്റി വയ്ക്കുക. മൊബൈൽ ഫോണിനൊക്കെ വേണ്ടി ഒരു സമയം വെച്ചിട്ട് ഇതൊക്കെ നമ്മളെ നശിപ്പിക്കാനുള്ള നമ്മളതിനെ പോസിറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മാത്രം ആലോചിക്കുക. ഇതാണ്. ഇനി കമ്പാഷനെ കുറിച്ച് അറിയാതെ പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോയതാണ് കമ്പാഷൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ള വാക്കാണ് കേട്ടോ. ഈ കമ്പാഷൻ എന്ന് പറയുന്നത് ഈ കാലഘട്ടം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു വാക്കാണ്. ഞാൻ എപ്പോഴും പറയും, ഈ നമ്മൾ പോട്ടെ സാരമില്ല ഞാൻ കൂടെയുണ്ട്, വിട്ടുകളയടാ, ഈ വാക്കുകൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഈ കാലഘട്ടം അടയാളപ്പെടുത്തേണ്ട വാക്കുകളാണ്. കമ്പാഷനെ കുറിച്ചുള്ള ഒരു മനോഹരമായ ഡെഫിനിഷൻ എങ്ങനെയാണ്? The tears of your heart about the pain of others. The tears of your heart about the pain of others. മറ്റുള്ളവൻ്റെ വേദന കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉറവിയെടുക്കുന്ന കണ്ണീരിൻ്റെ പേരാണ് കാരുണ്യം. തീർച്ചയായിട്ടും നാളെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടവരാണ് നിങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങൾ ആ സ്ഥാനങ്ങളിൽ എത്തിച്ചേരും കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ കോഴ്സൊന്നും പാസ്സാവണ്ട, ഈ ബൈബിൾ ദിവസം വായിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി നല്ല സർക്കിളിൽ നിങ്ങൾ പോയി പെടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ടും വലുതാവും. വലിയ ഡോക്ടേഴ്സാവും, എൻജിനീയേഴ്സാവും, സിനിമാ താരങ്ങളാവും, സംവിധായകരാവും, വലിയ വലിയ ശാസ്ത്ര മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാവും, ഒക്കെ ആവും. പക്ഷേ ഈ കമ്പാഷൻ ഉണ്ടാവണം. കമ്പാഷൻ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ കമ്പാഷനെ കുറിച്ചാണ്. അയാൾക്ക് വേറെ സെക്കൻഡ് തോട്ടില്ലല്ലോ. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, വേറെ സെക്കൻഡ് തോട്ടില്ല. പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ ഫോർഗിവ്നെസ്സിനെ കുറിച്ചാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഫോർഗിവ്നെസ് ആണ്. വിട്ടുകള, സാരമില്ലെന്നേ, തോളത്തൊന്ന് തട്ടിയിട്ട് ഞാൻ കൂടെയുണ്ടെന്നേ, ഈ പറച്ചിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി. പ്രിയ കൂട്ടുകാരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇനിയും ഒരു 100 വർഷമെങ്കിലും ജീവിക്കാൻ സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് അങ്ങോട്ട് തരാനുള്ളത്. തിരിച്ചും അതേ പ്രാർത്ഥന ഞാൻ തിരിച്ച് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അത് ജീസസ് ക്രൈസ്റ്റിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ജീസസ് ക്രൈസ്റ്റിനെ പോലെ ജീവിക്കുന്ന ഒത്തിരി പേരെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവരെ കണ്ട് എനിക്ക് മതിയായിട്ടില്ല. ജീസസ് ക്രൈസ്റ്റിനെ വീണ്ടും 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 റീഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ വീണ്ടും ജനിക്കണം, അതിലും 100 വർഷം ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ ജീസസ് ക്രൈസ്റ്റ് എന്ന അത്ഭുതത്തെക്കുറിച്ച് എത്ര നേരമാണ് എനിക്ക് 5 മണിക്കൂർ സമയം തന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കാം. എനിക്ക് പറഞ്ഞ് ചെയ്തും മതിവരാത്ത, ഇന്ന് ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ ഫീൽ ഗുഡ് സിനിമകൾ എന്ന് പറഞ്ഞ സിനിമ എൻ്റെ സുവിശേഷമാണ്. ഞാനതിൽ കുറേ ട്രോളും കല്ലേറും ഏറ്റുവാങ്ങിയ സന്തോഷമേ ഉള്ളൂ. എൻ്റെ സിനിമ കൊണ്ട് കള്ളനായെന്നോ കൊലപാതകയായെന്നോ അല്ല പറയുന്നത്. നന്മ മരം എനിക്കിട്ടിരിക്കുന്ന പേരാണ് എൻ്റെ സിനിമ. ഫീൽ ഗുഡ്, ഇവൻ ഭയങ്കര നന്മ ആയിക്കോട്ടെ. ആൾക്കാർ കൊലപാതകയായി എന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സിനിമയിലൂടെ ചെയ്യുന്നത്, ഞാൻ ജനിച്ചതൊരു ക്രിസ്മസിൻ്റെ ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ പേരൻസ് ഒട്ടും ആലോചിക്കാതെ സാബു എന്നൊന്നും ഇടാതെ ജിസ് ജോയ് എന്ന് പേരിട്ടത്. അപ്പോൾ ആ പേരിന് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് എൻ്റെ സുവിശേഷം എൻ്റെ സിനിമയായിട്ട് ഞാൻ സെലക്ട് ചെയ്തത്. ഇത്തരം ടോക്സൊക്കെ എൻ്റെ സുവിശേഷമാണ്. ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചൊരു സെക്കൻഡ് ആലോചിച്ച് നോക്കി. ഏതോ ഒരു പുൽക്കൂട്ടിൽ ജനിച്ചു, മരപ്പണി ചെയ്തു, ഇങ്ങനെ പോയി നാട്ടുകാരുടെ കല്ലേറുകളൊക്കെ ഇട്ട് വാങ്ങി, അതിനിടയ്ക്ക് കുറേ അത്ഭുതങ്ങൾ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് 30കളിൽ അല്ലേ, 30കൾ എന്ന് പറയുമ്പോൾ എന്നേക്കാളൊക്കെ എത്ര യങ്ങ, 30കളിൽ കുരിശിൽ തറച്ച് ആ നാടിൻ്റെ ഏറ്റവും നീചമായ ഒരു വിധി ഏറ്റുവാങ്ങി കടന്നുപോയ ഒരാൾ. ഒറ്റക്കാര്യം പറയുകയാണ്, ജീസസ് ക്രൈസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന എല്ലാ അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതം അയാൾ തന്നെയായിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ചെയ്തു എന്ന് പറയുന്ന എല്ലാ അത്ഭുതങ്ങളെക്കാളും കടലിൻ്റെ മീതെ കൂടെ നടന്നത്, ബാലികയെ ഉയർപ്പിച്ചത്, ലാസറിനെ ഉയർപ്പിച്ചത്, കുഷ്ഠരോഗിയുടെ കുഷ്ഠരോഗം മാറ്റിയത്, ഇതൊക്കെ നാളെ മജീഷ്യൻ മുതുകാട് ചെയ്താൽ എന്ത് ചെയ്യും? നാളെ മജീഷ്യൻ മുതുകാട് വെള്ളം വീഞ്ഞാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രൈസ്റ്റ് എന്ന് വിളിക്കുമോ? ഞാൻ മുതുകാടിനെ പേഴ്സണലി പറഞ്ഞതല്ല കേട്ടോ. സോ ജീസസ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതം ജീസസ് ക്രൈസ്റ്റ് തന്നെയാണ്. ബീങ് എ ക്രിസ്ത്യൻ, ഈ ക്രിസ്ത്യനായി ജനിച്ചു എന്ന് പറയുന്നൊരു പ്രിവിലേജാണ്. ആ പ്രിവിലേജിലൂടെയാണ് നമുക്ക് ജീസസ് ക്രൈസ്റ്റിനെ അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അറിയാൻ കുറേ ലേറ്റ് ആകുമായിരുന്നിരിക്കും. ഓക്കെ, എന്തായാലും ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വന്നതിലും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ കൂടെ ചേർക്കണം.
ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ കുറേ കൂടെ ഭേദപ്പെട്ട ഒരു മനുഷ്യനാക്കാൻ ഈ കൂടിയിരിക്കുന്ന 250 പേരിൽ ഒരു 10 പേരെങ്കിലും അങ്ങനെ ആവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, 10 പേരെങ്കിലും നാളെ മുതൽ ബൈബിൾ എടുത്ത് തുറന്നു അരാധ്യായം വെച്ച് വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്ന ഈ യാത്ര ധന്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെ എല്ലാവർക്കും ഈ യുവജന സഖ്യത്തിനുമൊക്കെ സർവ്വ നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.